രാഹുൽ ശരിക്കും ഇത്രയും സുമുഖനും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിലുള്ള മനുഷ്യനാണ്. അവിടെ റൂഫിൽ തലയിടിച്ചിട്ട് താഴെ എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചൊന്നും ഇവിടെ നാട്ടില്, അതായത് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനില്ല, ഒരു മെറ്റീരിയൽ കിട്ടാനില്ല. ഞാൻ തപ്പി നോക്കിയപ്പോ റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല. ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള്, നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിചിമ്രിച്ച് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്നത്? ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രണയമേ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ ക്യാമറ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ പോലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കടുക്കുകയും ചെയ്യുന്നില്ല. വളരെ ഇന്റൻസ് ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈഫിന്റെ പാർട്ടാണല്ലോ അതൊക്കെ. അതുപോലെ ഈ ഡൽഹി കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നമുക്കൊരു വിഷനാണ്. ഒന്നാമത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അവിടെ കുറച്ചുകൂടെ നമ്മൾ വളരും, അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും. ആ കാലഘട്ടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഡൽഹി പഠനം ഭയങ്കര, അതായത് നമ്മളിവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കളിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതിയിട്ട് പോകുന്നത്. അപ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻസിൽ പഠിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ സ്വപ്ന ക്യാമ്പസാണ് സ്റ്റീഫൻസ്. യൂണിവേഴ്സിറ്റിയിലെ മികച്ച മാർക്കുകളൊന്ന് കാലഘട്ടത്തിൽ നമുക്കുണ്ട്. അതൊരു പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല, ഉണ്ട്. അപ്പം അന്ന് നമുക്കതൊരു പൊങ്ങച്ചായിട്ടൊക്കെ തോന്നിയിരുന്നു. നമ്മളിങ്ങനെ നല്ല മാർഗ്ഗമാണല്ലോ എന്നൊക്കെ ഉള്ളൊരു പൊങ്ങച്ചവുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പം നമ്മളൊന്നുമേ അല്ല എന്ന് ബോധ്യപ്പെടാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് സ്റ്റീഫൻസിലൊക്കെ ഒരു പഠനം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം പല യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ് അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ്. അപ്പോൾ അവരുടെ ഒന്നും മുന്നിൽ നമ്മളൊന്നും അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നല്ല അധ്യാപകരുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. കുറച്ചുകൂടെ ഒരു ഹിസ്റ്ററിയെ സീരിയസ് ആയിട്ട് എടുക്കാൻ, ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകനായിരുന്നില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രകാരനായ ഹിസ്റ്റോറിയനായിട്ട് തന്നെ ഉള്ളൊരു അധ്യാപകൻ, ഒരു കോളേജ് അധ്യാപകനാകാൻ തന്നെ ആഗ്രഹിച്ച ആ വഴിയിലൂടെ തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഹിസ്റ്ററിയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. PhD ചെയ്യുന്നുണ്ട്. പിന്നെ ഡൽഹിയുടെ വേറൊരു ശീലം ചായ കുടി ഭയങ്കര ശീലമാക്കി തന്നത്. കാരണം ഈ ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞൊരു ഇവൻ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് സൗഹൃദം പങ്കിടാനായിട്ട്, സ്നേഹം പങ്കിടാനായിട്ട്, വർത്തമാനം പറയാനായിട്ട്, വിശേഷങ്ങൾ പറയാനായിട്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, കോംപ്രമൈസ് ടോക്ക്, പിന്നെ മീറ്റപ്സ്, ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കാരണമാണ് ചായ കുടിക്കാൻ പോലെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ചായ കുടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ കോളേജിന്റെ പുറത്തുള്ള 2 സുഹൃത്തുക്കൾ എനിക്കുണ്ടാകും. അപ്പം ഞങ്ങൾ രാത്രിയിൽ ചായ കുടിക്കുമ്പോൾ അത് ഇവിടുത്തെ ഒരു ശീലമാണ്. അപ്പം ഒരിക്കൽ പോകുമ്പം അപ്പം ഇവര് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേന് ഗേറ്റ് മാറിയിട്ട് അപ്പം ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ അടഞ്ഞിടക്കാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ഗേറ്റിനെ ചാടാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. ഇങ്ങനെ ഒരു ചാടാനായിട്ടൊരു ശ്രമം എന്ന് വെച്ചാൽ നമ്മൾ വളരെ കാഷ്വാലിറ്റി ചെയ്തതാണ്, കോളേജിൻ്റെ ഗേറ്റ് ചാടുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം എല്ലാ സൈഡിൽ നിന്നും, അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടേ ഉള്ളൂ, എല്ലാ സൈഡിൽ നിന്നും പട്ടാളക്കാർ തൂക്കുമായിട്ട് വന്നിട്ട് ഇങ്ങനെ തൂക്കും പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പം ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഭയന്നുപോയി. എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. ഒന്ന് ഈ തൂക്കൊക്കെ കണ്ടിട്ട് വായിൽ നിന്ന് വർത്താനം വരുന്നില്ല. അപ്പം ആകെ ഇങ്ങനെ വിറങ്ങലിച്ച് തോക്കൊക്കെയാണല്ലോ, ബാക്കിയൊന്നും അല്ലല്ലോ, എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ പ്രൊഫസറാണ് ഉപീന്ദർ കൗർ. ഉപീന്ദർ കൗർ മൻമോഹൻ സിംഗിന്റെ മകളാണ്. അപ്പം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. അപ്പം ഉപീന്ദർ കൗറിന്റെ ഒരു പെരുമാറ്റവും അവരുടെ അധ്യാപനവും ഒന്നും കണ്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ മകളാണെന്നുള്ള ഒരു ഭാവമോ ഒരു തോന്നലോ നമുക്കില്ല. അപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ മകൾക്ക് സുരക്ഷയുണ്ട്. അപ്പം ഇവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തൂടെയാണ് ഈ പോകുന്നത്. അപ്പൊ ഇവരെന്തോ ട്രസ്പാസസ് ആണെന്ന് എഴുതിയിട്ടാണ് ഇവര് സെക്യൂരിറ്റി ഗാർഡ്സ് അലർട്ടായിട്ട് ചാടി വീണത്. എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് വെടിവെച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം പിന്നെ ഇങ്ങനെ കാർഡൊക്കെ കാണിച്ചു. ജീവിതത്തിൽ ഏറ്റവും ഭയന്നൊരു നിമിഷം. അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഒട്ടും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. ചായ കുടിക്കാൻ മതിരിയാടുമ്പോഴത്തേക്കിന് പട്ടാളക്കാർ തോക്കുമായിട്ട് വളയും നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ അത്തരം എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓർക്കുമ്പോൾ രസമാണ്. അന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ ഭീകരമായി പേടിച്ചു. എന്താ സംഭവിക്കുന്നു, വാക്ക് വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചായ കുടി ഡൽഹി തൊട്ടുള്ളൊരു ശീലമാണ്. പിന്നെ ഡൽഹിയിൽ നിന്ന് കിട്ടിയ വേറൊരു ശീലം ഒരു ദുശീലമായിട്ട് ഉപേക്ഷിച്ചൊരു സാധനമാണ്. അത് ഡൽഹി ശീലങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഡൽഹി പഠിക്കാൻ പോയ കാലം തൊട്ട് ഈ വെള്ളത്തിന് പകരം കോള ചൂസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അമിതമായി കോള കുടിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം. ഇപ്പം പറഞ്ഞാൽ
ഈ ഞാൻ എണ്ണം പറയുന്നില്ല, എണ്ണം പറഞ്ഞത് ട്രോളായിട്ട് എൻ്റെ നെഞ്ചത്ത് തന്നെ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ എണ്ണം പറയാത്ത രീതിയിൽ കോള കുടിക്കുക. അപ്പം ഒരു 2011 തൊട്ട് 2017 വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോള കൺസ്യൂം ചെയ്യാറ്. അപ്പം 2017 എൻ്റെ ഒരു ഫ്രണ്ടിന് ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ടൊരു ഫുൾ ബോഡി ചെക്കപ്പ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്നെ കൂട്ടിന് ഞാനും കൂടെ പോവാണ്, നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതൊരു ഫുൾ ഡേ പ്രക്രിയയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ് പോകുന്നത്. ഇതൊരു ഫുൾ ഡേ പ്രക്രിയ ആകുമ്പം നമ്മളും ഇതിന്റെ പാർട്ടാണല്ലോ. അപ്പൊ അവൻ പറഞ്ഞു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇത് ഇത്രയും സമയം നീ കൂടെ നിൽക്കണം, എന്നാ പിന്നെ ഇതങ്ങ് ചെയ്തേരെന്ന് പറഞ്ഞു. നമുക്ക് എന്താ ഇത് ചെയ്യേണ്ട കാര്യം എന്താ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ബോറടിച്ചിരിക്കുകയാണല്ലോ, എന്നാ പിന്നെ ആ ടൈം ചെയ്യുന്നല്ല നമ്മളും ചെയ്തു. നമുക്കൊരു അസുഖമൊന്നും പ്രത്യേകിച്ചില്ല. അപ്പൊ ഇങ്ങനെ നോക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഹോൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അവസാനം എത്തിയപ്പോൾ ഡോക്ടർ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് ചെല്ലുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, മദ്യപിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മദ്യപിക്കില്ല. അല്ല, മദ്യപിക്കാറുണ്ടോ? ഇല്ല, മദ്യപിക്കുമെങ്കിൽ മദ്യപിക്കുമെന്ന് പറയുന്നതിനകത്ത് കുഴപ്പം. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ഒരു വലിയ നമ്പറാണ് ട്രൈഗ്ലിസറൈഡ്. അപ്പം എന്നോട് ചോദിച്ചു, വേറെ ശീലങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ശീലങ്ങളൊന്നും പറയുമ്പം ഇത് പറയുന്നില്ല, കാരണം ഇതൊരു മോശം കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ അത് കഴിക്കും, ഇത് കഴിക്കും, നോൺ വെജ് കഴിക്കും, ഒക്കെ കഴിക്കും, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റ് ഫുഡ് കഴിക്കും, പക്ഷേ ഇത് മാത്രം പറയുന്നില്ല. അപ്പം ചോദിച്ചു, അല്ലല്ല വേറെ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞിങ്ങനെ കോള കുടിക്കുന്നു. അപ്പോൾ അന്നേരം അയാൾ പറഞ്ഞു, സ്വിച്ച് ഇട്ട് അതുപോലെ നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2017 ശേഷം പിന്നെ കോള കുടിച്ചിട്ടേ ഇല്ല എന്നല്ല, ഇപ്പം വളരെ സാഹചര്യവശാൽ 1-2 തവണ കുടിച്ചിട്ടുള്ളതല്ല ഞാൻ കുടിക്കാറ്. അപ്പം അങ്ങനെ ഡൽഹിയുടെ ശീലങ്ങൾ നിർത്തിയൊരു ശീലം അതാണ്. ഇന്ന് രാവിലെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ കോള പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. പിന്നീടാണോ അതിന് മുമ്പാണോ എന്നറിയില്ല, രാജേഷ് പിള്ളയുടെ, നമ്മുടെ ട്രാഫിക്കിലെ രാജേഷ് പിള്ളയുടെ മരണത്തോട് കൂടിയിട്ടാണ് മലയാളിയുടെ ഒരു വലിയ, കുറഞ്ഞു എന്നോ ഇല്ലാതായിന്നോ വിചാരിക്കുന്നില്ല, മലയാളികളുടെ ഒരു വലിയ കോളാശീലം നിന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ കോള കമ്പനിക്കാരെല്ലാം കൂടെ എനിക്ക് എതിരാകും. എങ്കിൽ പോലും ഒരു അനുഭവം കൂടി പറയാം. ഒരു ദിവസം ഞങ്ങൾ ഒരു ബസ്സിൽ ടൂർ പോയി. യാത്ര പോകുമ്പം ഇപ്പം വെളുപ്പിന് ഇറങ്ങണം, വെളുപ്പിന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പം ഈ ഒരു ബസ്സിൻ്റെ ക്ലീനറായിട്ടുള്ള പയ്യൻ, അപ്പം അവനാണെങ്കിൽ ഒരു 2 ലിറ്ററിൻ്റെ കോളയുമായിട്ട് പോകുന്നു. ഞാൻ ആലോചിച്ചോളൂ, ഈ വെളുപ്പാങ്കാലത്തൊക്കെ പലതരത്തിൽ കോള കുടിക്കുന്നവരുണ്ട്, 4 മണിക്കൊക്കെ കോള കുടിക്കുന്നവൻ എന്ത് കോള കുടിക്കുന്നത്, ഇങ്ങനെ കൗതുകത്തോടെ നോക്കുമ്പം ഇവൻ ഇത് കൊണ്ടുപോയിട്ട് ടയർ തുടയ്ക്കുകയാണ്. ഇപ്പം ടയർ തുടയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ട്രൈ ചെയ്താൽ മതി, കോള വെച്ചിട്ട് ടയർ തുടയ്ക്കുമ്പോൾ ടയർ ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ട് പുതിയ ടയർ പോലെ തോന്നും. അപ്പോൾ ഒരു ടയറിനെ ഇങ്ങനെ ബ്ലാക്കിഷായി ശുദ്ധീകരിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കൺസ്യൂം ചെയ്യുന്നത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അത് പോട്ടെ, ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തായാലും രാഹുലിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ക്ഷണം ഉണ്ടായിട്ടുണ്ടാവും. ഈ ഉയർന്ന മൂക്കിനെ കുറിച്ചുള്ള വർത്താനം എന്തായാലും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടാവും, കാമുകിമാർ പറഞ്ഞിട്ടുണ്ടാവും, കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മോഹം മനസ്സിൽ വരികയോ അങ്ങനെ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സിനിമയിൽ ഓഫർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എയറിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഫർ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പറയില്ല, തുറന്നു പറയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എയറിലായിരിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നില്ല, അതിനെ വേറെ രീതി പ്രസന്റ് ചെയ്യും. പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് ആണ് സിനിമ. ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ട്രോൾ ആവത്തില്ലല്ലോ അല്ലേ? ഇല്ല. എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആളാണ്. പുതിയ സിനിമകളെല്ലാം തന്നെ ഞാൻ സെക്കൻഡ് ഷോ പോയി കാണും. നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ സെക്കൻഡ് ഷോയുടെ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ പുതിയ സിനിമകളും കാണും. അതിപ്പം നല്ലതായാലും മോശമായാലും കാണും. അപ്പം ഞങ്ങൾ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ജോബി, റിനോ, ഞങ്ങൾ കുറച്ചൊരു സിനിമ കമ്പനിക്കാരുണ്ട്, ഞങ്ങളെല്ലാം കൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ പല ഗ്യാങ് ഉണ്ട്. എനിക്ക് വേറൊരു ഗ്യാങ് ഉണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ അനിൽ, ഞങ്ങൾ വേറൊരു ഗ്യാങ് ഉണ്ട്. പാലക്കാട് MLA ആയപ്പോൾ പാലക്കാട് പുതിയൊരു സിനിമ ഗ്യാങ്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഗ്യാങ്ങുകളിലൊന്ന് സിനിമ ഗ്യാങ്ങാണ്. സിനിമ ഇങ്ങനെ കാണാൻ നമുക്കൊരു നമ്മുടെ വൈബിനോട് നിൽക്കുന്ന ഒരു ടീം എനിക്ക് വേണം. അതല്ലാതൊരു ടീമിനോടൊപ്പം സിനിമ കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹൊറബിൾ എക്സ്പീരിയൻസ് ആണ്. ഞാനപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ സിനിമ കാണില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഇനി ഇത് കാണാൻ പറ്റിയില്ല എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ സിനിമയുടെ പുതിയ കാലഘട്ടത്തിൽ ഒരുവിധം സംവിധായകന്മാരും സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ ഒരു തെറ്റല്ലാത്ത ബന്ധം, അവരെ അങ്ങോട്ട് വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന, അവരോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ അവര് അങ്ങനെ പിന്നെന്താ പറയുക, പിന്നെ ഒരു ഡയലോഗ് പോലുമുള്ള വേഷങ്ങൾക്കൊന്നും ആയിരിക്കില്ല വിളിക്കുന്നത്. അതിങ്ങനെ അവരുടെ ഒരു സൗഹൃദത്തിൽ ഒരു ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് അവർ വിളിക്കണമല്ലോ, ഒരു പാസിംഗ് സീനിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കേണ്ടത് അവരുടെ മര്യാദ,
അത് നോ എന്ന് പറയുന്നത് അവരോടും എന്നോടും മലയാള സിനിമാ ലോകത്തോടുള്ള എൻ്റെ മര്യാദ എന്നുള്ളത് കൊണ്ട് അതില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള സിനിമാ മോഹമുണ്ട്. സിനിമാ മോഹം എന്ന് പറയുന്നത് പക്ഷേ അങ്ങ് ചോദിച്ചതുപോലെ അഭിനയമല്ല. സിനിമ എഴുതണം എന്ന്, തിരക്കഥ എഴുതണം എന്ന് വളരെ ഗൗരവത്തിലുള്ള ആഗ്രഹം.